ഹലോ ഗൈസ്, ഫൈൻഡ് റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ഒരേക്കർ പറമ്പാട്ടോ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. നല്ല അടിപൊളി പറമ്പാണ്. ഈ കാണുന്ന പോലെ തന്നെ ഈ കാണുന്ന റോഡാട്ടോ, 8 ഫുട്ട് നിസ്സാന്തമായിട്ട് റോഡാണ്. റോഡ് ഇങ്ങനെ മേലോട്ട് പോകുന്നുണ്ട്. കണ്ടില്ലേ, ഫുള്ള് വാഴക്കൃഷിക്ക് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് കുറച്ചൊരു കല്ല് വെട്ടിക്കുന്ന കൈവെട്ട് കല്ല് വെട്ടിക്കുന്ന ഡൗട്ടുണ്ട് ഈ സൈഡ് ഭാഗത്ത്. പക്ഷെ അങ്ങനെ വെട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ ഒന്നും പ്രശ്നമില്ല. കാരണം അങ്ങനത്തെ നല്ല അടിപൊളി പറമ്പ് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതിനിവിടെ തൊട്ടടുത്ത് കപ്സ്റ്റർ വീടുണ്ട്. അതുപോലെ തന്നെ നല്ല തെങ്ങാട്ടോ, അടിപൊളി തെങ്ങാണ്. ഉള്ള തെങ്ങൊക്കെ നല്ല തേങ്ങയുള്ള അടിപൊളി. ഇതിൽ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഫുള്ള് വാഴ കൃഷി ചെയ്തിട്ട് അതിൻ്റെ മുകളിലുണ്ട്. ആ കാണുന്നത് ചെറിയ ഷെഡൊക്കെ ഇതിൽ പെട്ടാട്ടോ. നല്ല തെങ്ങൊക്കെ അടിപൊളി തെങ്ങ് കേട്ടോ, നല്ല തേങ്ങുള്ള തെങ്ങാണ്. ഒരു 3-4 തൊടി ഇങ്ങനെ 2 ഭാഗത്തൂടെ റോഡ് വരുന്നുണ്ട് കേട്ടോ. 2 ഭാഗത്ത് 8 ഫുട്ട് നിസ്സാന്തമായിട്ട് റോഡുണ്ട്. കൃഷിക്കൊക്കെ പറ്റിയ സ്ഥലം കേട്ടോ. എന്താ താഴത്ത് ഫുള്ള് വായട്ടത്. ഇതൊക്കെ ചെയ്യേണ്ട രീതി ചെയ്തിട്ടുണ്ടെങ്കിൽ മാസം നല്ല വരുമാനം കൊണ്ടുപോകാം. വെള്ളം കയറാത്ത ഏരിയയാണ്. അടിപൊളി പറമ്പാണ്. മണ്ണ് കാണിച്ചിട്ടില്ല, നല്ല ചുവന്ന മണ്ണുള്ള അടിപൊളി പറമ്പാട്ടോ. ഇവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ. ആ കാണുന്ന പുതിയ വീടാണ്. ഇവിടെയും വീടുകളുണ്ട്. എൻ്റെ ക്യാമറയിൽ കാണുന്നുണ്ടോ അറിയില്ല. ഉണ്ടോ മുകളിൽ മഞ്ഞളൊക്കെ എത്ര നല്ല രീതിയിലാണ് മഞ്ഞളുണ്ടായിട്ടുള്ളത്. നല്ല രീതിയിൽ മഞ്ഞൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ചേമ്പും ചേനയും അങ്ങനെ വേണ്ട എല്ലാ കൃഷിയും ചെയ്യാൻ പറ്റിയ അടിപൊളി പറമ്പാണ് ഇത്. കോഴിക്കോട് നമ്മൾ ചേളന്നൂർ കേട്ടോ, കോഴിക്കോട് ചേളന്നൂർ കോറത്തുപോൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമുക്ക് ഈ സ്ഥലത്തേക്കുള്ള വഴി വരുന്നത്. അതുപോലെ തന്നെ എരവന്നൂർ വഴിക്കും വരാൻ പറ്റും കേട്ടോ. എരവന്നൂർ അമ്പലപ്പാട് റോഡ് വന്നിട്ടും നമുക്ക് ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റും. നല്ല ഉഗ്രം പറമ്പാണ്. ഭാവിയിൽ നമുക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിലേ നല്ല വിലക്ക് മറച്ച് വെക്കാൻ പറ്റിയ കേട്ടോ. അങ്ങനെ വാങ്ങി ഇടാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെയൊക്കെ 5 സെൻറ്റ് 10 സെൻറ്റൊക്കെ ആണെങ്കിലേ മുറിച്ച് കൊടുക്കുകയൊക്കെ ആണെങ്കിൽ അതിനും പാർട്ടി നമ്മളെ കയ്യിലുണ്ട് കേട്ടോ. കണ്ടില്ലേ, എനിക്ക് ഈ മണ്ണാണ് ഇഷ്ടപ്പെട്ടു. കണ്ടില്ലേ, ഈ ചുവന്ന നല്ല അടിപൊളി മണ്ണാണ്. കണ്ടില്ലേ, കല്ല് കാര്യങ്ങളൊന്നുമില്ല. എന്ത് കൃഷി ചെയ്താലും നമുക്ക് കർമ്മൂസൊക്കെ കണ്ടില്ലേ, അടിപൊളി കർമ്മൂസ എന്തിവിടെ ഉണ്ടാവും കേട്ടോ. അതാണ് ഇതിൻ്റെ ചെറിയ തൈത്തങ്ങ് വെച്ചിരിക്കുന്നത്. ചെറിയ കവുങ്ങും തൈയൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വരുമാനം ഇവിടുന്ന് കൊണ്ടുപോകാം. അവിടെ കൈതച്ചക്ക ഉണ്ട്, ഇവിടെ മഞ്ഞളുണ്ട്, ചേമ്പുണ്ട്, കർമ്മൂസ ഉണ്ട്, തെങ്ങുണ്ട്, മാവുണ്ട്, എല്ലാ സാധനങ്ങളുണ്ട്. നല്ല അടിപൊളി. കണ്ടില്ലേ, ഫുള്ളിങ്ങനെ വായ വെറുതെ വെച്ച് കൊടുത്തിട്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. നല്ല വളമൊക്കെ കൊടുത്തിട്ട് കറക്റ്റ് രീതിയിൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മാസം ഒരു 6 മാസം 8 മാസം ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു എമൗണ്ട് വാഴക്കൃഷി തന്നെ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ചെറിയ കുരുമുളകൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുരുമുളക് തോട്ടമൊക്കെ ആക്കാൻ പറ്റിയ നല്ല അടിപൊളി പറമ്പാണ്. റോഡുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഏത് ഭാഗത്തൂടി വണ്ടി എടുത്തിട്ട് നമുക്ക് ഏത് ഭാഗത്തൂടി സുഖസുന്ദരമായിട്ട് കയറി വരാവുന്നതാണ്. ഒരു ജീപ്പോ അങ്ങനത്തെ ഉള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ സുഖസുന്ദരമായിട്ട് നമുക്ക് ഇങ്ങോട്ട് പോരാം. അതേമാതിരി വലിയൊരു ദൂരമൊന്നുമില്ല. നമ്മളെ റോഡ് ഏകദേശം കുറച്ച് ദൂരം വരെ താറിട്ട റോഡാണ്. കുറച്ച് ദൂരം മാത്രമാണ് ഇങ്ങോട്ട് മണ്ണിട്ട റോഡുള്ളത്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വിളിച്ചോളി. കോഴിക്കോട് ചേളന്നൂർ കോറത്തുപോൽ വഴിക്കും വരാൻ പറ്റും. കോഴിക്കോട് ചേളന്നൂർ എരവന്നൂർ അമ്പലപ്പാട് റോഡിന് നമുക്ക് വരാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വില ഡീറ്റെയിലൊക്കെ നമ്മൾ സ്ക്രീനിൽ എഴുതി കാണിക്കാം കേട്ടോ. അത്ര വില ചോദിക്കുന്ന ഡീറ്റെയിലൊക്കെ ഞാൻ ഇതിൻ്റെ സ്ക്രീനിൽ ലാസ്റ്റ് എഴുതി കാണിക്കാം. കണ്ടില്ല, പ്ലാവ് കണ്ടില്ലേ, അടിപൊളി പ്ലാവുണ്ട്. ഒരുവിധപ്പെട്ട എല്ലാ മരങ്ങളും നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു കുരുമുളക് കൃഷിയൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അത്. കുരുമുളക് ഈ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല പറ്റിയ സ്ഥലമാണ്. അങ്ങനത്തെ മണ്ണാട്ടത്. പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി മുറിച്ച് പീസാക്കി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സെൻറ്റിന് അത് അത്യാവശ്യം വിലക്കുമ്പോൾ വിൽക്കാൻ പറ്റും കേട്ടോ. കാരണം ഇത് ഈ വർഷത്തിൻ്റെ കണ്ട ആ തെറ്റ റോഡുണ്ട്. ഇപ്പോഴത്തെ കണ്ടീഷൻ കണ്ടിട്ട് നിങ്ങൾ എടുക്കാൻ നിൽക്കണ്ട. ഇത് ഭാവിയിൽ നമുക്ക് താറിട്ട റോഡൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നപ്പോൾ നമ്മളിപ്പോൾ വാങ്ങുന്നതിൻ്റെയൊക്കെ ഡബിൾ ഇരട്ടി വിലക്കൊക്കെ വിൽക്കാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പൈസ പിരിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, ഗവൺമെൻറ് ജോലിയൊക്കെ പിരിയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ ഫണ്ടൊക്കെ വന്ന് കിടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ
ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിടാൻ പറ്റിയ സ്ഥലമാണ്. ഭാവിയിൽ നിങ്ങൾക്ക് നല്ലൊരു വിലക്ക് മറച്ച് വിൽക്കാം. അങ്ങനത്തെ ഒരു ചുവന്ന മണ്ണുള്ള പറമ്പാണ്. ഈ ഏരിയയിലൊക്കെ ഇത് കാണുന്ന വെള്ള പെയിൻ്റ് അടിച്ചൊരു വീടാണ്. ഇതിൻ്റെ താഴത്ത് കാണുന്ന വീടാണ്. ഈ കാണുന്നത് ഒരു അപ്സ്റ്റെയർ വീടാണ്. അതിൻ്റെ മുകളിൽ ഒരു പുതിയ വീടിൻ്റെ പണി നടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഡെവലപ്പായി വരുന്നുകൊണ്ടിരിക്കുന്ന ഏരിയയാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക. ഇതിൻ്റെ വില ഡീറ്റെയിൽ ഞാനിതിൽ എഴുതി കാണിക്കാം. അപ്പോൾ പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആൾക്കാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം ആ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് നമ്മളെ പുതിയ വീഡിയോ എടുക്കാനുള്ള ആകെയുള്ള ഒരു പ്രചോദനം കേട്ടോ.